നമ്മുടെ ഹീറോയിൻ ഒരു ഹൗസ് വൈഫാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അവളുടെ ഹസ്ബൻഡും അണ്ടർവെയർ ഷൂ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ തന്നെ എടുത്തു കൊടുത്തു. രണ്ടുപേരെ സ്കൂളിലേക്കും ജോലിക്കും പറഞ്ഞയച്ചു. മകൾ പോകുന്നതിന് മുമ്പ് ഒന്ന് കൊഞ്ചിച്ചു നോക്കി. ഞാനൊന്നും ചെറിയ കുട്ടിയല്ല, എന്നെ കൊഞ്ചിക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി. അതിനുശേഷം ഫുഡ് ഉണ്ടാക്കുന്നത്, വീട്ടുജോലി ചെയ്യുന്നത്, പച്ചക്കറി വാങ്ങുന്നത്, എല്ലാ ജോലിയും ചെയ്തു തീർത്തു. ഹാവു എന്ന് പറഞ്ഞ് റൂമിൽ ഇരുന്നപ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഹസ്ബൻഡിന്റെ അച്ഛൻ വിളിച്ചു. അങ്ങേർക്ക് അസുഖമാണ്, ഉറക്കത്തിൽ തന്നെ ബെഡ് ടോയ്ലറ്റ് ആക്കിയിട്ടുണ്ട്, എന്റെ മകനോട് വരാൻ പറ മോളെ എന്ന് പറഞ്ഞു. അവര് ജോലിക്ക് പോയി. ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്തു. അയാൾ മാത്രമാണ് ഹീറോയിനെ ആകെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹീറോയിൻ അയാളോട് എല്ലാ കാര്യവും തുറന്നു പറയും. ഇപ്പൊ മകളുടെ ലാപ്ടോപ്പ് തുറന്ന് ഫേസ്ബുക്കിൽ കയറി. ഇപ്പൊ കോളേജിൽ റീയൂണിയൻ നടക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി. അത് കണ്ടയുടനെ അവൾക്ക് നല്ല സന്തോഷമായി. കാരണം അവളുടെ കോളേജ് ഡേയ്സ് അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഇപ്പൊ അച്ഛനോട് ആ റീയൂണിയൻ ഉള്ളതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളത് നല്ല കാര്യമല്ലേ മോളെ, പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോവാനാണ്, മോൾക്ക് അടുത്ത മാസം എക്സാം ആണ്, നിങ്ങൾക്ക് സുഖമില്ലല്ലോ എന്ന് പറഞ്ഞു. അതല്ല, ഒരു പ്രശ്നവുമില്ല, 2 ദിവസമല്ലേ, മാനേജ് ചെയ്തോളും എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇവള് ഇപ്പൊ മകളുടെ പ്രൊജക്ടിന് ഹെൽപ്പ് ചെയ്ത് അവള് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതുകൊണ്ട് വിസിലടിച്ച് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട മകൾക്കും നല്ല അപമാനമായി തോന്നി. പുറത്തെത്തിയതും അമ്മയെ ചീത്ത പറയാൻ തുടങ്ങി. ഹസ്ബൻഡിന്റെ കോൺട്രാക്റ്റിനായി ബോസിനെ എങ്ങനെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് കരുതി ഒരു ഫംഗ്ഷന് പോയിരുന്നു. ഇപ്പൊ ബോസിന്റെ വൈഫ് സ്റ്റേജിൽ കയറാൻ പേടിച്ചു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ടാലന്റ് മാത്രം കാണിച്ചാൽ മതി, ഡാൻസ് ഒന്നും കളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവളും സ്റ്റേജിലേക്ക് പോയി. ഹീറോയിനാണ് എന്റെ ടാലന്റ് കാണിക്കാൻ പറഞ്ഞ് പേടിച്ചു നിന്ന് എന്നെ സ്റ്റേജിലേക്ക് അയച്ചത്. അവളും ഹസ്ബൻഡിനെ സ്റ്റേജിലേക്ക് വിളിച്ച് എനിക്ക് റെസ്ലിംഗ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ബോസിനെ എടുത്ത് തൂക്കിയെടുത്ത് നിലത്തടിച്ചു. ബോധം പോയി. ബോസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട ഹസ്ബൻഡിന് നല്ല ദേഷ്യം വന്ന് ഹീറോയിനെ ചീത്ത പറയാൻ തുടങ്ങി. അവള് റീയൂണിയന് പോകാൻ എങ്ങനെയെങ്കിലും പെർമിഷൻ ചോദിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് മുത്തശ്ശന് അസുഖം കൂടി മരിച്ചുപോയി. അയാൾ മരിക്കുന്നതിന് മുമ്പ് റീയൂണിയൻ അവൾ ഡൽഹിയിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് വാങ്ങി വെച്ചിരുന്നു. ആ ടിക്കറ്റ് ഇപ്പൊ വീട്ടിലെത്തിയതും അവൾ ഹസ്ബൻഡിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. വേണ്ട, ഒരിക്കലും നീ പോകണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഹീറോയിൻ ഹസ്ബൻഡിനോട് പറയാതെ ലെറ്റർ എഴുതി വെച്ച് ആ റീയൂണിയൻ പോയി.